السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. പക്ഷി പറഞ്ഞത് അബൂബക്കർ ഖുറശി ഉദ്ധരിക്കുന്നു. വഹബ് ബിൻ മുനബ്ബഹും ഹസൻ ബസരി റളിയല്ലാഹു അൻഹുയും പരസ്പരം കണ്ടുമുട്ടും. രാത്രിയായാൽ പലരും വന്നു ദർസ് കേൾക്കുകയും വിജ്ഞാനം നുകരുകയും ചെയ്യും. ഒരു അർദ്ധരാത്രി സമയം ചെറിയൊരു പക്ഷി വന്നു അദ്ദേഹത്തിന്റെ സമീപം ഇരുന്നു സലാം പറഞ്ഞു. മഹാനവർകൾ സലാം അടക്കി അതൊരു ജിന്നായിരിക്കാമെന്ന ധാരണയിൽ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ ആ വന്ന പക്ഷി പറഞ്ഞു, മുസ്ലിം ജിന്നുകളിൽപ്പെട്ട ഒരു പുരുഷനാണ് ഞാൻ. അപ്പോൾ ബഹുമാനപ്പെട്ട മുനബ്ബഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിച്ചു, എന്താണ് ലക്ഷ്യം? ഈ സദസ്സിൽ വന്നിരിക്കാനുള്ള കാരണമെന്താ? ആ സമയത്ത് അവിടുന്ന് പക്ഷി പറഞ്ഞു, നിങ്ങളോടൊന്നിച്ച് സമയം ചെലവഴിച്ച് വിജ്ഞാനം നുകരുന്നത് നിഷേധിക്കുകയാണോ നിങ്ങൾ? വിശ്വാസയോഗ്യരായ പല ഹദീസ് നിവേദകരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ നിസ്കാരം, ഹജ്ജ്, ഉംറ, യുദ്ധം, രോഗസന്ദർശനം, ജനാസാനുഗമനം പോലുള്ള നിങ്ങളുടെ ആരാധനകളിൽ പങ്കെടുക്കുകയും വിജ്ഞാനം നുകരുകയും ഖുർആൻ പഠിക്കുകയും ചെയ്യുന്നവരാണ്. ആ സമയത്ത് വഹബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്കിടയിൽ കൂടുതൽ പ്രാബല്യമുള്ള ഹദീസ് ആരുടേതാണ്? ആ സമയത്ത് ആ പക്ഷി, ജിന്നിൽപ്പെട്ട ആ പക്ഷി അവിടുന്ന് പറഞ്ഞു, അതാ ആ കാണുന്ന മനുഷ്യന്റേതാണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പക്ഷി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ പക്ഷി പറന്നു പോവുകയും ചെയ്തു. ഈ സംഭാഷണം ശ്രദ്ധിച്ച ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, അല്ല ഉസ്താദേ, ആരാണ് ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത്? ആ സമയത്ത് വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു ജിന്നുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. അങ്ങയുടെ ഹദീസിനാണ് അവർക്കിടയിൽ കൂടുതൽ പ്രാബല്യമെന്ന് ആ ജിന്ന് എന്നോട് ഇപ്പോൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞു, ഈ വിവരം മറ്റാരെയും അറിയിക്കരുതെന്ന് ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു. ജനങ്ങൾ അത് മറ്റൊരു വിധം വ്യാഖ്യാനിക്കാൻ ഇടവരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.